നീറ്റ് JEE പരീക്ഷാ പരിശീലന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഓരോ ചാപ്റ്ററിനെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അല്പം ഡിഫറെൻറ്റ് വേയിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. മീൻസ് കൂടുതൽ പ്രോബ്ലംസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കുറച്ച് ട്രിക്കുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് അറിഞ്ഞാൽ നമുക്ക് നീറ്റ് എക്സാം ക്വാളിഫൈഡ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇന്നിവിടെ പറയുന്നത് +1 കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ തന്നെ പല പാർട്സ് ആയിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിനെ കുറിച്ച് ആദ്യം പറയാനാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്ന ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. C = ന്യൂ ലാംഡ. C എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ന്യൂ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസിയാണ്. അതുപോലെ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോൾ C = ന്യൂ ലാംഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ. ദെൻ നമ്മൾ പറയുന്നുണ്ട് ന്യൂ ലാംഡ. C = ന്യൂ ലാംഡ. പിന്നെ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് E = h ന്യൂ, ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ. എനർജി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ന്യൂ. ന്യൂവിന് പകരം നമുക്ക് മറ്റേ ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് ന്യൂ c/λ എന്ന് എടുക്കാം. അപ്പം E h ന്യൂ എന്ന് പറയുന്നിടത്ത് h × c/λ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം, അല്ലേ? അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ഇപ്പോൾ തന്നെ രണ്ട് രീതിയിൽ പറഞ്ഞു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാംഡയുടെ വാല്യൂ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 മീറ്റർ ആണ്. ഒരു ആംസ്ട്രോം എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അങ്ങനെയുള്ള കൺവേർഷൻസ് അറിഞ്ഞിരിക്കണം. അടുത്തൊരു കാര്യം, എന്താണ് ഒരു ഐൻസ്റ്റീൻ എന്ന് ചോദിക്കാം. ഒരു ഐൻസ്റ്റീൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം E = h ന്യൂ. അപ്പം h ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനത്തിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഒരു ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സാധനം. ഒരു ഐൻസ്റ്റീൻ എന്താണെന്ന് ചോദിച്ചാൽ 1 ഐൻസ്റ്റീൻ = അവഗാഡ്രോ നമ്പർ ഇൻറ്റു h ന്യൂ എന്നാണ് 1 ഐൻസ്റ്റീൻ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ഇവിടെ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ യൂസ് ചെയ്യും. അത് നമ്മൾ യൂണിറ്റ് വെച്ചിട്ടാണ് അത് ഏത് വാല്യൂ ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് അറിയുന്നത്. അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് പ്രധാനമായിട്ട് 3 വാല്യൂസ് ഉണ്ട്. അതിൽ ഒന്നാണ് 6.6 × 10⁻34 ജൂൾ സെക്കൻഡ്. അടുത്ത രണ്ടാമത്തെ ഒരു വാല്യൂ ആണ് 6.6 × 10⁻34 തന്നെ. ഇവിടെ നമുക്ക് 34 തന്നെ kg/m²s എന്നതാണ് അവിടുത്തെ വാല്യൂ, ആ ഒരു യൂണിറ്റ്. അടുത്ത മൂന്നാമത്തെ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് 6.6 × 10⁻27 എർഗിലുള്ള വാല്യൂ. അടുത്ത ഒരു അടുത്തൊരു വാല്യൂ ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ 4.1 × 10⁻15 ഇലക്ട്രോൺ വോൾട്ട്. അപ്പം ഇപ്പം ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ 2 സെയിം വാല്യൂ ആണ്, ബാക്കി 2 ഡിഫറെൻ്റ് ആണ്. അപ്പം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഇത്തരത്തിൽ 4 ഡിഫറെൻറ്റ് യൂണിറ്റ്സിലുള്ള വാല്യൂസ് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് രണ്ടാമത്തെ ആ ഒരു സെക്ഷനിലേക്ക് പോകാം. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പറയുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് സ്പെക്ട്രത്തിൽ വരുമ്പോഴത്തേക്ക് ഡിഫറെൻറ്റ് ലൈൻസ് ഉണ്ട്. ലൈമാൻ ബാൽമർ ഫാഷൻ ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് ഇക്വേഷനാണ്. ന്യൂ ബാർ means wave number = 1/λ = റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് RH × 1/n1² - 1/n2² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്ത് പോയിട്ട് തിരിച്ചു വരുന്നതാണ്. നമുക്കറിയുന്ന കൺസെപ്റ്റ് ഇതാണ്. ഒരു ഇലക്ട്രോൺസിന് എനർജി കിട്ടിയാൽ അത് ഹയർ സ്റ്റേറ്റിൽ പോകും, അവിടെ നിന്ന് എനർജി ലോസ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് കുറേ കാൽക്കുലേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം ലിമിറ്റിംഗ് ലൈൻ എന്നൊരു കാര്യം ക്വസ്റ്റ്യനിൽ വന്നാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യമുണ്ട്. ലിമിറ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ N2 എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും, അല്ലെ ഇൻഫിനിറ്റി ആയിരിക്കും. N2 ഇൻഫിനിറ്റി ആയിരിക്കും ലിമിറ്റിംഗ് ലൈൻ എന്ന് പറഞ്ഞ കേസിൽ. അടുത്ത മാക്സിമം ഇൻറ്റൻസിറ്റി എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് മാക്സിമം ഇൻറ്റൻസിറ്റി
വരുന്നതെന്ന് ചോദിച്ചാൽ N2 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് N1 ട്രാൻസിഷൻ നടക്കുമ്പോഴെന്ന് വെച്ചാൽ അടുത്ത ഫോർ ഷോർട്ടസ്റ്റ് ലാംഡ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ N2 എപ്പോഴാണ് എടുക്കുമ്പോഴാണ് E = h എന്നറിയാം, E = h/c/λ എന്നറിയാം. അതായത് എനർജി ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനല്ല, ഏറ്റവും കൂടുതൽ എനർജി വരുന്നത് ദൂരെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ്. അപ്പോൾ ഫോർ ഷോർട്ടസ്റ്റ് ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് N2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിൽ എടുക്കണം. അടുത്ത ഫോർ ലോങ്ങസ്റ്റ് ലാംഡ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് എനർജിയെ പാടുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് N2 എന്ന് പറയുന്നത് N1 + 1 ആ ഒരു N1 തൊട്ടടുത്തിരിക്കുന്ന ലെയറിൽ നിന്നിട്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് വരുന്നതിനാണ് അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത ഒരു വാല്യൂ കൂടെ പറയാം. നമുക്ക് ന്യൂ ബാർ ഡയറക്റ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അനദർ ഇക്വേഷൻ 3.3 × 10⁻15 × 1/n1² - 1/n2² എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ അത്ര ഓർത്ത് വെക്കാം. അടുത്തത് നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് പോകാം. അതിൽ നിന്ന് കണ്ടുവരുന്ന പ്രോബ്ലംസ് ടൈപ്പാണ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ MVR is equal to NH/2π. M എന്ന് വെച്ചാൽ മാസാണ്, V വെലോസിറ്റിയാണ്, R റേഡിയസ് ഓഫ് ഓർബിറ്റ് ആണ്, N എന്ന് പറയുന്നത് അത് ഏത് ഷെല്ലിലിരിക്കുന്നു എന്നതാണ്, H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, H/2π അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് എനർജിയുടെ ഇക്വേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. എനർജി, ഒരു ഇലക്ട്രോണിൻ്റെ എനർജി, അത് എത്രമാത്രം എനർജി പ്രോസസ് ചെയ്യുന്നു എന്നിട്ടുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ എനർജി ഓഫ് ദി ഇലക്ട്രോൺ അതിന് കുറച്ച് ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊരു ഇക്വേഷൻ ആയാലും അത് Z² ഡയറക്ട്ലി പ്രൊപ്പോർഷനിലായിരിക്കും, N² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരിക്കും. Z എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പറാണ്, N എന്ന് വെച്ചാൽ അത് ഏത് ഷെല്ലിലിരിക്കുന്നു എന്നതാണ്. ഇനി ആദ്യത്തെ ഇക്വേഷൻ ഇലക്ട്രോൺ വോൾട്ടിലുള്ള ഇക്വേഷനാണ് -13.6 × Z²/n² ഇലക്ട്രോൺ വോൾട്ട്. മനസ്സിലായോ? അടുത്ത രണ്ടാമത്തെ ഇക്വേഷനാണ് -1312 Z²/n² കിലോ ജൂൾ പെർ മോളിലുള്ള ഇക്വേഷൻ. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ -2.18 × 10⁻18 × Z²/n². അത് ജൂൾ പെർ ആറ്റത്തിലുള്ള ഒരു ഇക്വേഷനാണ്. അടുത്ത വേറൊരു ഇക്വേഷൻ ഉണ്ട് -313 × Z²/n². അത് കിലോ കലോറി പെർ മോൾ എന്ന് പറഞ്ഞുള്ള ഇക്വേഷനാണ്. ഇപ്പം തന്നെ 4 ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? ആ 4 ഇക്വേഷൻസ് പഠിച്ചു നോക്കണം. ഒരു അഡീഷണൽ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, E = 12400/λ in ആംസ്ട്രോം. അത് ഇലക്ട്രോൺ വോൾട്ടിലുള്ള അനദർ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ് എനർജിയുടെ. ഓക്കെ, അടുത്ത കാര്യം, അതായത് എത്ര സ്പെക്ട്രൽ ലൈൻസ് ഫോം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ കാൽക്കുലേഷനാണ്. അതായത് ഒരു ഡി എക്സൈറ്റേഷൻ നടക്കുമ്പോൾ, മീൻസ് ഹയർ സ്റ്റേറ്റിലിരുന്ന ഒരു സാധനം ഇങ്ങോട്ട് ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ എക്സൈറ്റേഷൻ നടക്കുമ്പോൾ, എക്സൈറ്റേഷൻ മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരാൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ, മീൻസ് N1 എന്ന് പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് N2 എന്ന ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോവുകയാണെന്ന് വെക്കുക. അപ്പോൾ എക്സൈറ്റേഷൻ്റെ സമയത്ത് എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ N2, ഇപ്പം N2 മൂന്നാമത്തെ ലെവലിലേക്ക് പോയെന്ന് വെച്ചാൽ അപ്പോൾ N2 = 3. N2 - 1 അത് എത്ര ആണോ, അപ്പം 3 ആണെങ്കിൽ 3 - 1 മൂന്നാമത്തെ ലെവലിൽ പോയെങ്കിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് എക്സൈറ്റേഷൻ്റെ സമയത്ത് ഉണ്ടായെന്ന് ചോദിച്ചാൽ 3 - 1 മീൻസ് 2. 2 × 1 ആയിരിക്കും, മീൻസ് 2 ആയിരിക്കും. അതായത് ഇപ്പം 5ാമത്തെ ലെവലിൽ പോയി നിൽക്കുക എങ്കിൽ 5 - 1 4 കിട്ടി. അപ്പം 4 × 3 × 2 × 1 അതായിരിക്കും എൻ്റെ ആൻസർ. N2 മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ഡി എക്സൈറ്റേഷൻ്റെ സമയത്താണ് പോകുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ സ്പെക്ട്രൽ ലൈൻസ് കൗണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, N2 - N1. മനസ്സിലായോ? ഇക്വേഷൻ ഇങ്ങനെയാണ്, N2 - N1. ദെൻ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇക്വേഷൻ. അടുത്തത് റേഡിയസും വെലോസിറ്റി കണ്ടുപിടിക്കുന്ന 2 ഇക്വേഷനാണ്. ഒരു ആറ്റത്തിൻ്റെ റേഡിയസും അതുപോലെ തന്നെ അതിൻ്റെ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. റേഡിയസ് = Rn²/z. എന്താ? R = R0 × n²/z. Rn²/z എന്ന് പഠിച്ചു വെക്കാം. R0 × n²/z. മനസ്സിലായോ? R0 × n²/z. അപ്പം R0ൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ എത്ര? 0.529 ആംസ്ട്രോം. അതാണ് അതിൻ്റെ വാല്യൂ. അടുത്ത വെലോസിറ്റിക്കും ഇതേപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്.
അത് എന്താണെന്ന് വെച്ചാൽ V is equal to VZ/N. എന്താ V is equal to V0 into Z/N. അപ്പോൾ V is equal to V0 into Z/N. V0ൻ്റെ വാല്യൂ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് ഉള്ളതാണ് 2.1 into 10⁻⁶ meter per second. 2.1 into 10⁻⁶ meter per second എന്നാണ് അതിൻ്റെ വാല്യൂ. അടുത്ത ഒരു കാര്യമാണ്, നമ്മൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷനിലേക്ക് പോകുന്നു. അടുത്ത സെക്ഷനാണ്. മീൻസ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, വേണ്ടുന്ന ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തു പോകുന്ന പ്രോപ്പർട്ടി. ഇജെക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഫോൾസ് ഔട്ട്. അപ്പോൾ അതിൽ നിന്ന് ഹെൻറിച്ച് ഹെഡ്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. അത് ഒന്നാമത്തെ പോയിന്റാണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഐൻസ്റ്റീൻ എന്നാൽ എന്താണ്? h/NA എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന് പറയുന്ന പേരാണ് ഒരു ഐൻസ്റ്റീൻ. അടുത്ത മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സാധനത്തിൻ്റെ പവറും വേവ് ലെങ്തും തന്നിട്ടുണ്ട്. ഇഫ് പവർ ആൻഡ് വേവ് ലെങ്ത് ഈസ് ഗിവൺ, ഒരു സാധനത്തിൻ്റെ പവറും തന്നിട്ടുണ്ട് വേവ് ലെങ്തും തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്നിട്ടും ഇജക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. മീൻസ് പവർ തന്നിട്ടുണ്ട്, അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്തു എന്നതിനുള്ള ഇക്വേഷനാണ് പവർ ബൈ h/ν. ന്യൂ തന്നിട്ടില്ലല്ലോ, ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താ? വേവ് ലെങ്ത് അല്ലേ. അപ്പം ന്യൂവിന് പകരം c λ എന്ന് അപ്ലൈ ചെയ്താൽ മതി. പവർ ബൈ h × c/λ ഗീവ്സ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ്. അടുത്ത ഒരു ഇക്വേഷനാണ് ഡി ബ്രോളീസ് വേവ് ഇക്വേഷൻ. ലാംഡ ഇസ് ഈക്വൽ ടു h/mv. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്, h എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ 4 വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. m എന്ന് വെച്ചാൽ മാസ് ആണ്, v വെലോസിറ്റി ആണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഒരു സാധനത്തിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്ന് വെച്ചാൽ ചാർജ് ഇൻറ്റു വോൾട്ട് എന്നാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്നൂടെ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട സാധനം ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഒരു പർട്ടിക്കുലർ ടൈമിൽ പൊസിഷനും മൊമെൻറ്റവും ഒരു മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിളിൻ്റെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമിൾട്ടേനിയസ്ലി ആക്യുറേറ്റ്ലി എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് മൈക്രോസ്കോപ്പിക് മൂവിങ് പാർട്ടിക്കിൾ, സേ ആൻ ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: Δx × Δp is greater than or equal to h/4π. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സാധാരണ ചേർക്കത്തില്ല, പ്രോബ്ലംസ് ചെയ്യുമ്പം ഈസ് ഈക്വൽ ടു ആണ് ചെയ്യുന്നത്. x × Δp ഈസ് ഈക്വൽ ടു h/4π. എക്സ് എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്, പി എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ആണ്. മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു mv എന്നാണ്. മീൻസ് പിയുടെ സ്ഥലത്ത് m × Δv എന്ന് ഇട്ട് കൊടുക്കാം. ഈസ് ഈക്വൽ ടു h/4π. ആ ഒരു ഇക്വേഷൻ. അടുത്ത പറയുന്ന ഒരു ഇക്വേഷനാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. മീൻസ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ: √L × L+1 h/2π. L എന്ന് വെച്ചാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അടുത്ത പോകുന്ന അവസാനത്തെ സെക്ഷനാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സിനെ ഒത്തിരി രീതിയിൽ ഡിഫൈൻ ചെയ്യാം. അതായത് ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിറ്റർമൈൻസ് സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. അല്ലെങ്കിൽ പറയാം ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് റെപ്രസെൻറ്റ് എനർജി ആൻഡ് ആംഗുലാർ മൊമെൻറ്റം ഓഫ് ആൻ ആറ്റം. അല്ലെങ്കിൽ വേറൊരു ഇത് പറയാം ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് റെപ്രസെൻറ്റ് ഷെല്ല്, സബ് ഷെല്ല്, അതുപോലെ ഷെല്ല്, സബ് ഷെല്ല്, അതുപോലെ ഇലക്ട്രോൺ സ്പിന്ന്, ഓർബിറ്റൽ എത്ര ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന സാധനം. ഓരോ ക്വാണ്ടം നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പൽ അറിഞ്ഞിരിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്, അത് ഡിനോട്ട് ചെയ്യുന്നത് ഷെല്ല് എത്ര ഉണ്ടെന്നാണ്. അടുത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് L ആണ്. Lൻ്റെ വാല്യൂ 0, 1, 2, 3 എന്ന് പറഞ്ഞാണ് പോകുന്നത്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് സബ് ഷെല്ലിനെയാണ്. മീൻസ് n0 ആയാൽ S, n1 ആയാൽ P ആയിരിക്കും, n2 ആയാൽ D ആയിരിക്കും, അങ്ങനെ പോകും. അടുത്ത മൂന്നാമത്തെ സാധനമാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ -L മുതൽ +L വരെ ആയിരിക്കും. മീൻസ് P
പി ആണെന്ന് വെച്ചോ ഓർബിറ്റൽ. അപ്പം അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അതിൻ്റെ എം വാല്യൂ -L മുതൽ +L വരെ, മീൻസ് -1 0 1 അങ്ങനെ 3 വാല്യൂസ് ഉണ്ടാവും. 2p 1 എന്ന് എക്സാക്റ്റ് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം -1 ആദ്യത്തെ ഇലക്ട്രോൺ സെൻട്രിക്ക്. അത് മനസ്സിലാക്കി വെക്കണം. ഇനി ഒരു കാര്യം, n എന്ന് പറയുന്നത് ഒരു ഷെല്ലിൻ്റെ നമ്പറാണെന്ന് വെച്ചോ. ആ n എന്ന് പറയുന്ന സംഭവത്തിൽ എത്ര സബ് ഷെല്ല് ഉണ്ട് എന്ന് ചോദിച്ചാൽ n² സബ് ഷെല്ല് ഉണ്ടാവും. അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 × n² ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ L എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ L എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ അതിൽ എത്ര സബ് ഷെല്ല് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2l + 1 സബ് ഷെല്ല് അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഇനി അതിലെത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം. 2 × നേരത്തെ പറഞ്ഞ 2l + 1 അതിലെത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കണം. അടുത്ത ഒരു കാര്യമാണ് നോഡ്. ഒരു ആറ്റത്തിലെ നോഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നോഡ്സ് എന്ന് വെച്ചാൽ അതിനിടയ്ക്കുള്ള വിടവ് എന്നുള്ള ഒരു അർത്ഥം. മീൻസ് ഒരു ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പിലല്ലേ, ഓരോ ഷെല്ലായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പാകി വെച്ചേക്കല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് സ്പെറിക്കൽ ഷേപ്പിൽ കാണപ്പെടും. 2 ഷെല്ലിന് ഇടയ്ക്ക് സൈസ് ഉള്ള സ്ഥലത്ത് ഇലക്ട്രോൺസ് കാണത്തില്ല എന്നല്ലേ പറയുന്നത്. അതിന് പറയുന്നവരാണ് ശരിക്കും നോഡ്സ് എന്ന് വെച്ചാൽ. നോഡ്സ് പ്രധാനമായിട്ടും നോഡ് കണ്ടുപിടിക്കുന്നത്, എത്ര നോഡ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇതുണ്ട്. മീൻസ് സിമ്പിളായിട്ട് നോഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ n-1 നോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. എത്ര n-1 നോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം മൂന്നാമത്തെ ഷെല്ല് n എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. 3p എന്നൊക്കെ വരുമ്പോഴത്തേക്ക് n 3 ആയിരിക്കും. അപ്പോൾ 3-1 3pക്ക് അത് എത്ര നോഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ n-1 3-1 2 നോഡ്സ് ഉണ്ടായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത് വെച്ചോ, ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ് എന്നാണ് ചോദിച്ചേക്കുന്നെങ്കിൽ സ്പെറിക്കൽ നോഡ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. n-l-1. n എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് വെച്ചാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ -1. അതാണ് നമ്പർ ഓഫ് സ്പെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ് കൗണ്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇത്ര ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ L ആണ്. ചുമ്മാ എത്ര നോഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ n-1 നോഡ് ഉണ്ട്. ഇനി സ്പെറിക്കൽ നോഡ് അല്ലെങ്കിൽ റേഡിയൽ നോഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ n-l-1 നോഡ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. ഇത്രയും കാര്യമാണ് ശരിക്കും നമ്മൾ ഈ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിന്നിട്ട് പഠിച്ചു വെക്കേണ്ട പ്രോബ്ലം ടൈപ്പ് ഏരിയാസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് ഏരിയാസ്. ഇനി ഒരു കാര്യം കൂടെ പറയാം ലാസ്റ്റിൽ. ഇലക്ട്രോൺസ് ഫില്ലിംഗ് 3 തിയറീസ് ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? ഓഫ് പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഈ 3 റൂൾസും കൂടെ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് വയ്ക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയമാക്കി വെക്കുക. അപ്പോഴത്തേക്ക് ഇത്രയും കൺസെപ്റ്റാണ് ശരിക്കും അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനിൽ നിന്നിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുകൂടെ പഠിക്കുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം.